online lecture on manufacturing technology ME220 module 4 locating and clamping methods. So in order to have a better understanding on locating and clamping methods, we'll see few videos on different machining operations. We are seeing videos on machining operations because locating and clamping is very important and to be very precisely designed in machining operations, because any slippage in tool or workpiece will result in great damage over workpiece or the tooling. So that we will see in videos. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലൊക്കേറ്റിംഗ് ആൻഡ് ക്ലാമ്പിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ കുറേ വീഡിയോസ് കാണും. അത് മെഷീനിങ് ഓപ്പറേഷൻ്റെ വീഡിയോസ് ആണ്. എന്താണ് ലൊക്കേറ്റിംഗ്, എന്താണ് ക്ലാമ്പിംഗ് എന്നുള്ളത് അതിനകത്ത് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ആണ്. ഗ്രൈൻഡിങ്ങിൽ മെറ്റീരിയൽ വിൽ ബി removed in small quantity, but it will have a good surface finish. നമ്മൾ കണ്ടത് ഈ ബുഷ് അല്ലെങ്കിൽ ഈ സ്ലീവിൽ ഇതിൻ്റെ ഔട്ടർ സർഫസ് കുറച്ച് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് അത് സ്മൂത്ത് ആക്കാൻ സിലിണ്ടറിക്കൽ ഗ്രൈൻഡ് ചെയ്തതാണ്. ഈ വർക്ക് പീസിനെ നമ്മൾ ഹോൾഡ് ചെയ്തത് എന്ന് വെച്ചിട്ടായിരുന്നു? ഇതുപോലൊരു മാൻഡറിൽ വെച്ചിട്ടായിരുന്നു. ഈ മാൻഡറിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഹാസ് എ സ്മോൾ ടേപ്പർ ഓവർ ഇറ്റ്. അതിൻ്റെ ലെങ്ത്തിൽ ടേപ്പർ ഉണ്ട്. ഒരു സൈഡിലൂടെ മാത്രമേ വർക്ക് പീസ് കയറുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കയറില്ല. നോക്കിക്കോളൂ, ഓപ്പൺ കയറാത്ത പൊസിഷനാണ്. സോ വീൽ റിവേഴ്സ് ദ പ്രൊഡക്റ്റ് ആൻഡ് വീൽ ഇൻസേർട്ട് ഇറ്റ്. കണ്ടോ, ഈ ഒരു പൊസിഷൻ കൂടെ മാത്രമേ അത് അകത്ത് കയറുള്ളൂ. ഓക്കെ, ആൻഡ് വീൽ ലൊക്കേറ്റ് ഇറ്റ് ആൻഡ് clamp it over the setup. The setup എന്ന് പറയുന്നത് it is clamped between two centers and the rotation will be transmitted towards it. Okay, ഈ ഒരു പൊസിഷനിൽ വർക്ക് പീസിനെ ലൊക്കേറ്റ് ചെയ്ത് ഇത് ഗ്രൈൻഡിങ്ങിന് ചെയ്യാൻ അതിനെ നമ്മൾ സാധിക്കപ്പെടുന്നതാണ്. ലൊക്കേറ്റ് ചെയ്ത് ക്ലാമ്പ് ചെയ്യുന്നുണ്ട് അല്ലയോ? ഇത് ഗ്രൈൻഡിങ് വീലിൽ തട്ടിക്കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് ഫിക്സ്ഡ് ദർ. ഫിക്സ് ക്ലാമ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിക്സിങ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പൊസിഷനിൽ ഈ രണ്ട് എൻഡിൽ നിന്നും കുറേ മാറി ഈ ഒരു പൊസിഷനിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യപ്പെടുവാണ്, അതിനെ പൊസിഷൻ ചെയ്യുകയാണ്. ഈ ഒരു പൊസിഷനിൽ നിന്ന് അതിനെ മാറാൻ നമ്മൾ സമ്മതിക്കുന്നുമില്ല. ദിസ് ഈസ് കോൾഡ് ആസ് ലൊക്കേഷൻ ആൻഡ് ക്ലാമ്പിംഗ്. ഇതിങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് ക്ലാമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മളതിനെ അബ്രസീവ് വീൽ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ടു റെഡ്യൂസ് ഇറ്റ്സ് ഡയമീറ്റർ ആൻഡ് ടു ഗെറ്റ് എ സ്മൂത്ത് ഫിനിഷ് ഓവർ ദ ബുഷ് ഓർ ക്ലാമ്പ്. ഓക്കെ, അടുത്ത നമ്മുടെ മെഷീനിങ് ഓപ്പറേഷൻ CNC മില്ലിംഗ് ഓപ്പറേഷൻ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് മെറ്റീരിയൽ യൂസിങ് എ മില്ലിംഗ് ടൂൾ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിനകത്ത് നോക്കിയോളൂ, ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് നമ്മൾ ഈ ടേബിളിൽ ഫിക്സ് ചെയ്യുവാണ് അല്ലയോ? ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഇതുപോലെ കുറേ ക്ലാമ്പുകളും ഇതുപോലെ ടേബിളിലുമാണ് അല്ലയോ? അങ്ങനെ ഈ ഒരു റെക്ടാങ്കുലർ വർക്ക് പീസ് ആ ടേബിളിൽ നമ്മൾ പൊസിഷൻ ചെയ്ത് അത് കട്ടിംഗ് ടൂൾ വന്നു കഴിയുമ്പോൾ അതിന് അനങ്ങാൻ പറ്റുമോ? ഇല്ല. ആ വർക്ക് പീസിനെ അനങ്ങാൻ സമ്മതിക്കാതെ ആ ഒരു ടേബിളിൽ പൊസിഷൻ ചെയ്യുന്നതിനല്ലേ ഇത് കട്ടിംഗ് ടൂളാണ്. ഈ കട്ടിംഗ് ടൂള് ഇതിനെ മെറ്റൽ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് പറ്റും? വർക്ക് പീസ് മൂവ് ആവുമോ? ഇല്ല. വർക്ക് പീസിനെ അവിടെ പൊസിഷൻ ചെയ്ത് അവിടെ ക്ലാമ്പ് ചെയ്ത് വെക്കും, അതിൽ ഫിക്സ് ചെയ്ത് വെക്കും. ദിസ് ഈസ് ലൊക്കേഷൻ ആൻഡ് ക്ലാമ്പിംഗ് ഇൻ മില്ലിംഗ് ഓപ്പറേഷൻ, CNC മില്ലിംഗ്. അപ്പോൾ എന്താണ് ഈ മെഷീനിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇത്രയും നാളും പഠിച്ചത് നമ്മളൊരു ഷേപ്പ് ഫോം ചെയ്തെടുക്കുമായിരുന്നു. വി വർ നോട്ട് റിമൂവിങ് എനി മെറ്റീരിയൽ. എന്നാൽ ഇൻ മെഷീനിങ് ഓപ്പറേഷൻ ഇൻ ഓർഡർ ടു ഫോം എ ഷേപ്പ് വി വിൽ ബി ഇതുപോലൊരു ഷേപ്പ് ഫോം ചെയ്യണമെങ്കിൽ ആ അത്രയും റെക്ടാങ്കുലർ ബ്ലോക്കിനകത്തുനിന്ന് വി ആർ റിമൂവിങ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. വി ആർ റിമൂവിങ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ബൈ മെഷീനിങ്. സോ a shape is formed
in machining by removing the excess amount of material. Okay, അല്ലാതെ ഇവിടെ ഒരു ഫോമിങ് നടക്കുന്നില്ല. ഈ കാണുന്നത് എന്താണ്? റഫ് സർഫസ് ആണ്. നേരത്തെ നമ്മൾ കണ്ട മെഷീനിങ് ഗ്രൈൻഡിങ് ആയിരുന്നു, ഇതുപോലെ റഫ് സർഫസ് ആയിരുന്നു ഇല്ല, സ്മൂത്ത് സർഫസ് ആണ്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മില്ലിംഗ് ആൻഡ് ഗ്രൈൻഡിങ്. അടുത്ത നമ്മൾ കാണുന്ന ഓപ്പറേഷൻ ഈ ടേണിംഗ് ഓപ്പറേഷൻ ആണ്. It is the operation in which a single point cutting tool as shown by this mouse pointer is used to remove a material from round workpiece. നിങ്ങൾ ആദ്യത്തെ ഓപ്പറേഷൻ കണ്ടത് ഓർക്കുന്നുണ്ടോ? It was cylindrical grinding where a grinding wheel was used. ഈ കേസിൽ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് യൂസ് ചെയ്യുന്നത്, where material is removed by the single point cutting tool as shown in this video. Here, in order to position this workpiece and to hold it while cutting, we use a locating and clamping method, and it has to be much precise that it won't damage the tool or workpiece. This will be the last operation which we will be seeing, which is drilling. നിങ്ങൾ വീട്ടിലൊക്കെ ഡ്രിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവില്ലയോ? പക്ഷേ ദിസ് ഈസ് ഇൻഡസ്ട്രിയൽ ഡ്രില്ലിംഗ് where we'll be using a column drilling machine to drill holes in a metal. Okay, this figure shows a jig and fixture where the workpiece is held over a template. ഈ കാണുന്ന മേളിൽ കാണുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇതാണ് ആ ടെംപ്ലേറ്റ്. ഈ വർക്ക് പീസ് ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വെക്കുമായിരിക്കും. ഈ വർക്ക് പീസ് ടെംപ്ലേറ്റിനകത്തേക്ക് വെക്കുമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഫിക്സർ അല്ലെ ജിഗിനകത്തേക്ക് വെക്കുമായിരിക്കും. എന്തിനു വേണ്ടിയാണ്? ഡ്രില്ലിങ് എളുപ്പമാക്കാൻ വേണ്ടി, ടു പൊസിഷൻ ഇറ്റ് ആൻഡ് ടു ലൊക്കേറ്റ് ഇറ്റ്. ഇതിനെ ജിഗ് എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇതിനകത്ത് ടൂളിനെ ഈ മേളത്തെ പ്ലേറ്റ് ഗൈഡ് ചെയ്തിട്ടായിരിക്കും വർക്ക് പീസിൽ ഡ്രില്ലിംഗ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് നമുക്ക് വിൽ ഗോ ഫോർ ഡീറ്റെയിൽ സ്റ്റഡി ഓൺ location and clamping mechanisms in module number 4. So we will see in detail what is locating and clamping. First one, introduction to location. Location refers to the establishment of a desired relationship between workpiece and the jigs and fixture. Jigs എന്ന് പറയുന്നത് എന്താണ്? ജിഗ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രില്ലിങ്ങിൻ്റെ ആ ഒരു ഓപ്പറേഷനിൽ കണ്ടില്ലായിരുന്നു, ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ടൂളിനെ ഗൈഡ് ചെയ്യുന്നതിനെയാണ് ജിഗ് എന്ന് പറയുന്നത്. ഫിക്സ്ചർ ഈസ് സിംപ്ലി യുവർ വൈസ്, ബെഞ്ച് വൈസ് ഇല്ലയോ വർക്ക്ഷോപ്പിൽ ചെയ്ത്, ദാറ്റ് ഫിക്സ്ചർ ഈസ് ഇറ്റ് ഈസ് ഹോൾഡിംഗ് ഡിവൈസ്. ജിഗ് മീൻസ് ഇറ്റ് ഹോൾഡ്സ് ദ വർക്ക് പീസ് ആസ് വെൽ ആസ് ഇറ്റ് ഗൈഡ്സ് ദ ടൂൾ. ആ ടൂളിനെ ഗൈഡ് ചെയ്യുകയും കൂടെ ചെയ്യും. എന്ത്? ജിഗ്. ഫിക്സ്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഹോൾഡ് ചെയ്യുള്ളൂ. Locating, dimension and positional relationship between workpiece and tool. Locating എന്ന് പറയുന്നത് dimensional and positional relationship between workpiece and tool. നിങ്ങൾ പല ഓപ്പറേഷൻ കണ്ടു, അതിനകത്തെല്ലാം മെയിൻ ആൾക്കാരായിരുന്നു. അതിനകത്തൊരു വർക്ക് പീസും ഉണ്ടായിരുന്നു, ടൂളും ഉണ്ടായിരുന്നു, ഇല്ലയോ? ആ വർക്ക് പീസിനെ ആ പൊസിഷനിൽ അവിടെ നിർത്തുന്നത്, ഹോൾഡ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരുന്നു? ഈ ജിഗ്സ് അല്ലെങ്കിൽ ഫിക്സർ വെച്ചിട്ടാണ്. അപ്പം അതാണ് ജിഗ്സിൻ്റെയും ഫിക്സറിൻ്റെയും മെയിൻ ഘടകങ്ങളാണ് എന്തൊക്കെ? ലൊക്കേറ്റിങ്ങും ക്ലാമ്പിങ്ങും. Locator is a device which establishes and maintains position of a part in a jig or fixture. Correctness of location directly influences the accuracy of machine part. Before deciding the locating points, it is advisable to find out the all possible degrees of freedom of the workpiece. Then some of the degree of freedom or all of them are restrained by making suitable arrangements. These arrangements are called locators. അപ്പോൾ ഈ നിങ്ങൾ വീഡിയോ കണ്ടതിനകത്ത് നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? ഒരു വർക്ക് പീസിനെ
ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ പൊസിഷനിൽ മൂവ് ചെയ്യാതെ നിർത്തുകയാണ് ലൊക്കേഷനും ക്ലാമ്പിങ്ങും ചെയ്യുന്നത്. അതിനെന്താണ് അവിടെ ചെയ്തത്? ഡിഗ്രി ഓഫ് ഫ്രീഡം, മൂവ്മെന്റ്, വർക്ക് പീസിന്റെ മൂവ്മെന്റിനെ ഹനിക്കുകയാണ് ചെയ്തത്. സോ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഹാസ് ബീൻ അറസ്റ്റഡ് ഓർ റിസ്ട്രെയിൻഡ്. എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളത് നമുക്ക് മുന്നോട്ട് കാണാം. Degree of freedom means if a workpiece, as shown in this figure, a rectangular workpiece, if it is kept in space, then it can move in all these axes. It can move in x-axis, as you see by the mouse pointer. It can move in positive x and negative x direction, or it can move in positive y as well as negative y direction, or it is free to move in positive z or negative z direction, as well as it will be having a clockwise and anti-clockwise rotation in x-axis, clockwise and anti-clockwise rotation in y-axis, and clockwise and anti-clockwise rotation in z-axis. ഒരു മെറ്റീരിയലിനെ നമ്മൾ ഫ്രീ ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എത്രമാത്രം മൂവ്മെന്റ് സാധിക്കും, അതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി വി വിൽ സീ എ വീഡിയോ. അതിനു മുമ്പ് ജസ്റ്റ് അസ്യൂം എ ഫ്ലൈറ്റ്, ഒരു പ്ലെയിൻ പറന്നു പോകുന്നതിനെ ഒന്ന് സങ്കല്പിക്കുക. വി വിൽ സീ ദ വീഡിയോ. ഈ കാണുന്ന ഒരു എയ്റോപ്ലെയിൻ ആണ്. ഈ എയ്റോപ്ലെയിൻ അറ്റ്മോസ്ഫിയറിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കാൻ സങ്കല്പിക്കുക. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വർക്ക് പീസ് എയറിൽ അല്ലെങ്കിൽ സ്പേസിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന പോലെ ഉണ്ട്, അല്ലേ? With this we will explain the degree of freedom or a material which is kept in space. It can move, it can move in 3 axes. ഏതൊക്കെയാണ്? x-axis which is shown in blue line, y-axis which is shown in red line, and z-axis which is shown in green line. Now in x-axis അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതേപോലെ തന്നെ y-axisൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതേപോലെ z-axisൽ മേളിലേക്കും താഴേക്കും മാറും. ശരിയല്ലോ? അങ്ങനെ 3 മൂവ്മെന്റ് ആയി. അതേപോലെ x-axisൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, x-axisനെ കറസ്പോണ്ട് ചെയ്ത്. y-axisനെ കറസ്പോണ്ട് ചെയ്തും അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, z-axisനെ കറസ്പോണ്ട് ചെയ്തും അതിന് റൊട്ടേറ്റ് ചെയ്യാൻ. മൊത്തം എത്ര മൂവ്മെന്റ് അതിന് പറ്റും? x-axisൽ ഒരു മൂവ്മെന്റ്, y-axisൽ ഒരു മൂവ്മെന്റ്, z-axisൽ ഒരു മൂവ്മെന്റ്. സോ ലീനിയർ മൂവ്മെന്റ് 3 എണ്ണം. x-axisൽ ഒരു റൊട്ടേഷൻ, y-axisൽ ഒരു റൊട്ടേഷൻ, z-axisൽ ഒരു റൊട്ടേഷൻ. സോ ടോട്ടൽ എത്ര റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും? 3 റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. സോ മൊത്തം ലീനിയർ മൂവ്മെന്റും റൊട്ടേഷണൽ മൂവ്മെന്റും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും? ഒരു മെറ്റീരിയലിന് സ്പേസിൽ വെച്ചിട്ടുണ്ടാകുന്നതിന് 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും ഒരു മെറ്റീരിയലിന് ഉണ്ടാവുക. എവിടെ വെച്ചിട്ടുണ്ടാകുന്ന? ഒരു സ്പേസിൽ വെച്ചിട്ടുണ്ടാകുന്ന, അതായത് ഒരു മെറ്റീരിയലുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്ന ഒരു വർക്ക് പീസിൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ 6 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ മൂവ് ഇൻ പോസിറ്റീവ് എക്സ് ആൻഡ് നെഗറ്റീവ് എക്സ്, അല്ലേ? അപ്പൊ അങ്ങനെ 2 മൂവ്മെന്റ് ആയി. പോസിറ്റീവ് വൈ ആൻഡ് നെഗറ്റീവ് വൈ 2 മൂവ്മെന്റ് ആയി. പോസിറ്റീവ് ഇസഡ് ആൻഡ് നെഗറ്റീവ് ഇസഡ് 2 മൂവ്മെന്റ് ആയി. അപ്പൊ മൊത്തം എത്ര മൂവ്മെന്റ് വരും? 3 into 2 it is 6 linear motions. റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഇൻ ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഇൻ എക്സ് ആക്സിസ്, clockwise and anti-clockwise in y-axis, clockwise and anti-clockwise in z-axis. അപ്പോൾ എത്ര മൊത്തം വരും? 12 degree of freedom വരും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് either they can ask 6 degree of freedom or they can ask 12 degree of freedom. 12 degree of freedom എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നെഗറ്റീവും പോസിറ്റീവ്, ലീനിയർ മൂവ്മെന്റിലെ നെഗറ്റീവും പോസിറ്റീവും ഓരോ മൂവ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതേപോലെ റൊട്ടേഷണൽ മൂവ്മെന്റിലെ
ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും വെവ്വേറെ മൂവ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്നാൽ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ ഓരോ ആക്സിസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എക്സ് ആക്സിസിൽ ഒരു റൊട്ടേഷൻ ഒരു മൂവ്മെന്റ്, വൈ ആക്സിസിൽ ഒരു റൊട്ടേഷൻ ഒരു മൂവ്മെന്റ്, ഇസഡ് ആക്സിസിൽ ഒരു റൊട്ടേഷൻ ഒരു മൂവ്മെന്റ്. നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കൂ. It explains well the degree of freedom where a part has x, y, z axis. എക്സിൽ ഉള്ള മൂവ്മെന്റ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, വൈയിലുള്ള മൂവ്മെന്റ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ഇസഡിലുള്ള മൂവ്മെന്റ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അങ്ങനെ 6 മൂവ്മെന്റുകൾ. പിന്നെ ഉള്ളത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്, വൈയിലെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്, ഇസഡിലെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്. ഓരോന്നിന്റെയും വ്യത്യസ്തത നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇസഡ് ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും വൈ ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും എക്സ് ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും. ദിസ് ഈസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് ഒരു എയറോപ്ലെയിൻ ആണ്. പകരം നമ്മളൊരു റെക്ടാങ്കുലർ വർക്ക് പീസ് വെക്കുന്നു. സോ ഇറ്റ് ക്യാൻ മൂവ് ഇൻ എക്സ് ആക്സിസ്, ഓൾസോ ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ഇൻ എക്സ് ആക്സിസ്, ഇറ്റ് ക്യാൻ മൂവ് ഇൻ വൈ ആക്സിസ്, ഓൾസോ ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ഇൻ വൈ ആക്സിസ്, ഇറ്റ് ക്യാൻ മൂവ് ഇൻ ഇസഡ് ആക്സിസ്, as well as it can rotate in z axis. So total there will be 6 degree of freedom as we take only axes. നമ്മൾ ആക്സിസിന്റെ മൂവ്മെന്റ് മാത്രം കൺസിഡർ ചെയ്യുവാണെങ്കിൽ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. എന്നാൽ ചില സമയത്ത് they will ask explain about 12 degrees of freedom. അങ്ങനെ 12 ഡിഗ്രീസ് ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ you have to explain it as in x-axis it can move in positive direction, arrow point undo positive x direction, as well as it can move in negative x direction. In positive y direction as well as in negative y direction. അപ്പം 4 മൂവ്മെന്റ് ആയി. in positive z direction 5, negative z direction 6. കണ്ടില്ലേ ഇരിക്കുന്ന 6. ഓക്കെ, അത് കൂടാതെ it has rotation in x-axis clockwise, rotation in x-axis anti-clockwise. ഇത് anti-clockwise ആണ്, ഇത് clockwise. Also it has rotation in y-axis clockwise, ഈ കാണുന്നത്, and anti-clockwise. z-axisലും clockwise and anti-clockwise. So total it has 12 degrees of freedom. ഓക്കെ, എങ്ങനെയാ 12 വന്നെന്ന് മനസ്സിലായല്ലോ. റൊട്ടേഷനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യും, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. ലീനിയറിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യും, പോസിറ്റീവ് മൂവ്മെന്റ് ആൻഡ് നെഗറ്റീവ് മൂവ്മെന്റ്. അത് നിങ്ങൾ കൃത്യമായി ഓർത്ത് വെച്ചോണം. they can ask in 6 degrees of freedom or 12 degrees of freedom. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് മനസ്സിലാവും നിങ്ങൾക്ക്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദിസ് ഇസ് 1, 2, 3, 4, 5 and 6 degrees of freedom. നേരത്തെ കണ്ടതിനകത്ത് 12 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു കാണിച്ചിരുന്നത്. 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു? മേളിലോട്ടും താഴേക്കുള്ള മൂവ്മെന്റിനെ ഒന്നായിട്ട് കൺസിഡർ ചെയ്തു, സൈഡിലേക്ക് ഉള്ള 2 മൂവ്മെന്റിനെ ഒന്നായിട്ട് കൺസിഡർ ചെയ്തു, വൈ ആക്സിസിലുള്ള മൂവ്മെന്റിനെ പോസിറ്റീവും നെഗറ്റീവും ഒന്നായിട്ട് കൺസിഡർ ചെയ്തു. സോ ടോട്ടൽ ലീനിയർ മോഷൻ വിൽ ബി 3. പിന്നെ ഉള്ളത് ഇസഡ് ആക്സിസിലുള്ള ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതിനെ ഒരു റൊട്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. വൈ ആക്സിസിലുള്ളത് ഒരു റൊട്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. എക്സ് ആക്സിസിലുള്ളതിനെ വേറൊരു റൊട്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. സോ അങ്ങനെ 4, 5, 6. സോ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ എങ്ങനെ ചോദിച്ചാലും പടം അതനുസരിച്ച് വരച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പം ഒരു സ്പേസിൽ ഇരിക്കുന്ന ഒരു മെറ്റീരിയലിന് 12 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ആരായിരിക്കും? അല്ലെങ്കിൽ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ എല്ലാം തടഞ്ഞു നിർത്തുന്ന ആരാണ്? ലൊക്കേറ്റിംഗ് ആൻഡ് ക്ലാമ്പിംഗ് ഡിവൈസസ് ആണ്. അങ്ങനെ അതുകൊണ്ടാണ് ഈ ലൊക്കേറ്റിംഗ് ആൻഡ് ക്ലാമ്പിംഗ് ഡിവൈസസ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് ഫോർ ലൊക്കേഷൻ. പൊസിഷനിങ് ദ ലൊക്കേറ്റഡ്, accuracy and tolerance, food proofing, duplicate location, and motion economy are the 6 basic principles of location or locating.
So we'll see each principle in detail. Positioning the locator. Locators should contact the work on a solid and stable point. എവിടെയാണോ ലൊക്കേറ്റർ വർക്കുമായിട്ട് ടച്ച് ചെയ്യുന്നത് ദാറ്റ് ഷുഡ് ബി ഓവർ എ സോളിഡ് ആൻഡ് സ്റ്റേബിൾ പോയിന്റ്. ഏറ്റവും റിജിഡ് ആയിട്ടുള്ള പോയിന്റുകളിൽ വേണം ലൊക്കേറ്റർ വർക്ക് പീസിൽ ടച്ച് ആവാൻ. ആക്യുറസി ആൻഡ് ടോളറൻസ്. ലൊക്കേറ്റേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വർക്ക് പീസിൻ്റെ ഓവറോൾ സൈസിനെയും അതിനകത്തുള്ള എലമെൻസിൻ്റെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ആക്യുറസി ആൻഡ് ടോളറൻസ് എന്ന് പറയുന്നത് നിലവിൽ ഏത് ഒരു വർക്ക് പീസോ ഏതൊരു മെറ്റീരിയലോ ആണോ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡംസ് അറസ്റ്റ് ചെയ്യേണ്ടത് ആ വർക്ക് പീസിന് സ്യൂട്ടാകുന്ന ലൊക്കേറ്റിംഗ് എലമെൻറ്റ്സ് വേണം യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ഈസ് ഫൂൾ പ്രൂഫിംഗ്. എന്താ ഈ ഫൂൾ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ? ആ പേരിനകത്ത് തന്നെയുണ്ട്. ഫൂൾ എന്ന് പറഞ്ഞാൽ ഒരു മണ്ടനായിട്ടുള്ള ആൾ. സോ ഫൂൾ പ്രൂഫിംഗ് മീൻസ് എൻഷുർ ദാറ്റ് പാർട്ട് ഫിറ്റ് ഇൻ ടു ദ ടൂൾ ഇൻ ഇറ്റ്സ് കറക്റ്റ് പൊസിഷൻ ഓൺലി. ഉദാഹരണം, നമ്മുടെ കയ്യിലുള്ള പെൻഡ്രൈവ് ഇല്ലയോ? നമ്മുടെ പെൻഡ്രൈവ് നേരെ നമുക്ക് ഒരു യൂണിവേഴ്സൽ പോർട്ടിലേക്ക് നമ്മൾ കുത്തിവെച്ചിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അല്ലയോ? അപ്പോൾ പക്ഷെ ആ USB പോർട്ടിൽ തിരിച്ച് നമുക്കത് കുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. തിരിച്ചു കുത്തിയാൽ അത് വർക്ക് ചെയ്യത്തില്ല. പക്ഷെ തിരിച്ചു നമുക്ക് കുത്താൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡിസൈൻ കൊണ്ടാണ്. നിങ്ങളുടെ മൊബൈലിൻ്റെ ചാർജർ ഇല്ലയോ? നിങ്ങളുടെ മൊബൈലിൻ്റെ ചാർജർ യൂണിവേഴ്സൽ ചാർജർ ഉണ്ട്. ഐഫോണിൻ്റെ ഒഴിച്ച് ബാക്കിയുള്ള സാധാ മൊബൈലിൻ്റെ ചാർജറുകൾ ഒരു സൈഡിലേ കുത്താൻ പറ്റത്തുള്ളൂ ഇല്ലയോ? എന്തുകൊണ്ടാണ്? അതിൻ്റെയും ഡിസൈൻ കൊണ്ടാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫുൾ പ്രൂഫിംഗ്. തിരിച്ച് ഒരിക്കലും ഒരു കസ്റ്റമർ അത് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള പ്രൊജക്ടറിൻ്റെ HDMI കേബിള് അത് നമുക്ക് തിരിച്ചു കുത്താൻ പറ്റില്ല. VGA കേബിള് തിരിച്ചു കുത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഹാവ് ഗിവൺ ഫുൾ പ്രൂഫിംഗ് ഇൻ ഇറ്റ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ലൊക്കേറ്റേഴ്സിൽ ഫുൾ പ്രൂഫിങ് മസ്റ്റാണ്. ഒരിക്കലും ഒരു വർക്ക് പീസ് തിരിച്ച് ലോഡ് ചെയ്യാൻ ഇടവരരുത്. ഡ്യൂപ്ലിക്കേറ്റ് ലൊക്കേഷൻ. അതെന്തായിരിക്കും? റിഡൻഡന്റ് ഓർ ഡ്യൂപ്ലിക്കേറ്റ് ലൊക്കേറ്റേഴ്സ് ഷുഡ് ബി അവോയ്ഡഡ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പോർഷനെ നമുക്ക് അതിൻ്റെ മോഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫുൾ അറസ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെറുതെ തറയിൽ വെക്കാം ഇല്ലയോ? വെറുതെ തറയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഫുൾ ഏരിയ കോണ്ടാക്റ്റിൽ വരും. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് പീസിനെ നമുക്ക് വെറും 3 പിന്നേൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ 3 പിന്നിൻ്റെ പ്രത്യേകത എന്താണ്? 3 പോയിന്റിൽ നമുക്ക് അതിന് കോണ്ടാക്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇച്ചിരി പൊങ്ങി നിൽക്കും. നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കുകയും വെക്കുകയും ചെയ്യാം. നേരെ മറിച്ചൊരു മേശയുടെ പുറത്ത് വെച്ചു നമുക്ക് ഈസി ആയിട്ട് അതിനെ എടുക്കാൻ പറ്റുമോ? ഇച്ചിരി വെയിറ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് തിക്കി അതിനെ മേശയുടെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു 3 പിന്നിൽ പൊങ്ങിയിരിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് പിന്നിൻ്റെ അടിയിലേക്ക് കൈ ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? അതാണ് റിഡൻഡന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആവശ്യത്തിന് മാത്രമേ ലൊക്കേറ്റേഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെയുള്ളത് മോഷൻ എക്കോണമിയാണ്. മോഷൻ എക്കോണമി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ വർക്ക് പീസ് ലൊക്കേറ്റേഴ്സിനകത്തേക്ക് ഈസി ആയിട്ട് വെക്കുകയും എടുക്കുകയും ചെയ്യാൻ പറ്റണം. ഈസി ആയിട്ട് വെക്കുകയും എടുക്കുകയും ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടുണ്ടാവുക? മെഷീനിങ് ടൈം കൂടുതലാവും ഇല്ലയോ? മെഷീനിങ് ടൈമിനകത്ത് വരുന്നതാണ് സെറ്റപ്പ് ടൈം. വർക്ക് പീസ് ഈ ഫിക്സ്ചറിനകത്തോ ജിഗിനകത്തോ സെറ്റ് ചെയ്യാനുള്ള സമയം കൂടിപ്പോവും. ഇറ്റ് വിൽ അഫക്റ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ 6 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ലൊക്കേഷൻ ഉള്ളത്. ഇൻ അഡീഷൻ ടു ദിസ് ഇറ്റ് ഹാസ് അതർ ഫ്യൂ പ്രിൻസിപ്പിൾസ്. ദാറ്റ് ഈസ് 3-2-1 പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കേറ്റിംഗ് വർക്ക് പീസ്. 3-2-1 പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കേറ്റിംഗ് വർക്ക് പീസ്. ഈ ഒരു പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഫ്ലാറ്റ് റെക്റ്റാങ്കുലർ വർക്ക് പീസിനെ അതിൻ്റെ മാക്സിമം ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് 6 പിന്നുകൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും.
provided it is following these basic principles. Fool proofing ഉണ്ടാവണം, ഡ്യൂപ്ലിക്കേറ്റ് ലൊക്കേഷൻ ഉണ്ടാകാൻ പാടില്ല, മോഷൻ എക്കോണമി ഉണ്ടാവണം, ആക്യുറസി ആൻഡ് ടോളറൻസ് ഉണ്ടാവണം, പൊസിഷനിങ് ഉണ്ടാവണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3, 2, 1 ലൊക്കേറ്റിംഗ് പ്രിൻസിപ്പിൾ. ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു റെക്ടാങ്കുലർ വർക്ക് പീസിനെ we can use 3 pins to locate a workpiece over a flat surface. അല്ലയോ? ഈ ഫിഗറിനകത്ത് കാണുന്ന പോലെ താഴെ വെച്ചിരിക്കുന്ന ഈ 3 പിൻ ഉപയോഗിച്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് അവിടെ കട്ടായി പോകുന്നത്? ഇങ്ങനെ ഈ ഒരു 3 പിന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഇസഡിൽ താഴേക്ക് മൂവ് ചെയ്യുമോ? പിന്നെ വർക്ക് ഇല്ല. നമ്മൾ ഫോഴ്സ് പറഞ്ഞാൽ താഴേക്ക് മൂവ് ചെയ്യില്ല, പിന്നെ പിന്നിൽ തട്ടി നിൽക്കുകയാണ്. ഇസഡിലുള്ള റൊട്ടേഷൻ പറ്റുമോ? പറ്റത്തില്ല. വൈയിലുള്ള റൊട്ടേഷൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ എക്സിൽ ഇതിനെ വേണേ റൊട്ടേറ്റ് ചെയ്യാം, അല്ലയോ? അപ്പം ഇസഡില് താഴേക്കുള്ള ഒരു മൂവ്മെന്റ് പറ്റില്ല, ഇസഡിലെ 2 റൊട്ടേഷൻ പറ്റത്തില്ല, അതേപോലെ വൈയിലെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് 2 റൊട്ടേഷൻ പറ്റത്തില്ല. അങ്ങനെ 5 ഡിഗ്രി ഓഫ് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്തില്ലയോ? ശരി. സോ ഈ താഴെ ഇരിക്കുന്ന ഡോട്ടഡ് ലൈനിൽ കാണുന്ന 3 പിന്നിൻ്റെ കൂടെ 2 അഡീഷണൽ പിന്നോട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം അവിടെ കുറയുന്നത്? 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഏതൊക്കെയാണ്? എക്സിലുള്ള റൊട്ടേഷൻ. ഇനി പിന്നെ പ്ലേറ്റ് റൊട്ടേറ്റ് ആവുമോ? പ്ലേറ്റ് പിന്നെ റൊട്ടേറ്റ് ആകത്തില്ല. എക്സിലുള്ള ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനും ഉണ്ടാകത്തില്ല. 2 പിന്നെ ഉള്ളത് വൈയിലുള്ള നെഗറ്റീവ്, ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ മൊത്തം 8 ഡിഗ്രി ഓഫ് ഫ്രീഡം 5 പിന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയും. പിന്നെ എന്തായിരിക്കും ഉണ്ടാവുക? എക്സിലെ പോസിറ്റീവ് നെഗറ്റീവും, ഇസഡിലെ പോസിറ്റീവ്, വൈയിലെ പോസിറ്റീവ്. അപ്പോൾ എന്ത് വരും? 2, 4, അങ്ങനെ 8, 4, 12. ഇനി നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പിന്നൂടെ അഡീഷണൽ ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ 6ാമത്തെ പിന്നൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ റെസ്ട്രിക്റ്റ് ആകുന്നത് എക്സിലെ ഒരു മൂവ്മെന്റ് ആണ്, അല്ലയോ? ഇവിടെ ഒരു പിന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സിലെ ഒരു മൂവ്മെന്റ് റെസ്ട്രിക്റ്റ് ആവും. പിന്നെ ഇവിടെ ബാക്കിയുള്ള മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് എക്സിലെ പോസിറ്റീവ് നെഗറ്റീവ്, വൈയിലെ നെഗറ്റീവ്, അതേപോലെ ഇസഡ് പോസിറ്റീവ്. അങ്ങനെ 3 ഡിഗ്രി ഓഫ് ഫ്രീഡമേ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഈ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം പിന്നെ നമ്മൾ ലൊക്കേറ്റേഴ്സ് വെച്ചിട്ടല്ല റെസ്ട്രിക്ട് ചെയ്യുന്നത്, പകരം ഒരു സിംഗിൾ ക്ലാമ്പിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇനി ഏത് ലൊക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാലും എന്താ പറ്റുക? ഓരോ ലൊക്കേറ്ററിന് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡമേ അത് റെസ്ട്രിക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇഫ് വി ആർ യൂസിങ് എ ക്ലാമ്പ് ഓവർ ഇറ്റ്, എ സി ക്ലാമ്പ് അല്ലെങ്കിൽ ഒരു ജി ക്ലാമ്പ്, നിങ്ങൾ സി ക്ലാമ്പ് വർക്ക്ഷോപ്പിൽ കണ്ടിട്ടാവും. ഇതേ ടേബിളിലേക്ക് ഒരു സി ക്ലാമ്പ് ഘടിപ്പിച്ചിട്ട് ഇതിൽ വെച്ച് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ അറസ്റ്റ് ഓൾ അതർ 3 ഡിഗ്രി ഓഫ് ഫ്രീഡംസ്. ഓക്കെ, അപ്പം ഒരു റെക്ടാങ്കുലർ വർക്ക് പീസിൽ ഏറ്റവും മിനിമം ലൊക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ഇസ് 9. ഓക്കെ, rest 3 degree of freedoms will be taken care by clamps. അത് നിങ്ങൾ ഓർത്തിരുന്നോളൂ. We will see a video of 3 to 1 locating principle. ഈ വീഡിയോ നിങ്ങൾ കാണാം. ഈ വീഡിയോയിൽ നമ്മൾ ഒരു പിന്ന് ഉപയോഗിച്ച് ഒരു ഫ്ലാറ്റ് റെക്ടാങ്കുലർ പീസിനെ ഈ കാണുന്ന ടേബിളിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കിയാലോ? എന്ത് സംഭവിക്കുക? സീരീസ് this will tilt like this, അല്ലയോ? എക്സിലും വൈയിലും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ശരിയല്ലേ? ഇസഡിലെ താഴേക്കുള്ള മൂവ്മെന്റ് മാത്രമേ അത് റെസ്ട്രിക്ട് ചെയ്യുള്ളൂ. നേരെ മറിച്ച് നമ്മൾ 2 പിന്ന് വെച്ച് കഴിഞ്ഞാലോ? 2 പിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുക? We are adding a second pin like this. If we are adding a second pin, എന്ത് സംഭവിക്കുക? അതിനകത്ത് കൃത്യമായിട്ട് ബാലൻസ് ആകാതെ വരും. സോ വിൽ ആഡ് എ 3 pin over it such that it won't tilt again. 3 പിന്ന് വെച്ചിട്ടായിരിക്കും എപ്പോഴും ഒരു ഫ്ലാറ്റ് സർഫസിനെ, ഒരു ഫ്ലാറ്റ് മെറ്റീരിയലിനെ നമുക്ക് സർഫസിൽ
സ്റ്റേബിൾ ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് അവിടെ കുറയുന്നത്? 5 ഡിഗ്രി ഓഫ് ഫ്രീഡം. പീസിന് ഈ വൈ ആക്സിസിലും എക്സ് ആക്സിസിലും ഈസി ആയിട്ട് മൂവ് ചെയ്യാം, അല്ലയോ? രണ്ട് മൂവ്മെന്റ് ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും എക്സിലും വൈയിലും. അതേപോലെ ഈ എക്സ് ആക്സിസിൽ ഇത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യാം, ശരിയല്ലേ? എക്സ് ആക്സിൽ റൊട്ടേറ്റ് ചെയ്യാം, അതേപോലെ ഇസഡിൽ മേളിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ബാക്കി 7 നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു സൈഡിലൊരു പിന്ന് കൊടുക്കും. പിന്ന് കൊടുത്ത് കഴിയുമ്പോൾ എന്താ വരിക? പിന്നെ ഇങ്ങോട്ട് ഈ ഒരു മൂവ്മെന്റ് മാറുകയുള്ളൂ, ശരിയല്ലേ? ഈ റൊട്ടേഷൻ ഇവിടെ കിടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പിന്നിന് പകരം ഒരു എക്സ്ട്രാ പിന്നൂടെ ഈ നോക്കി 3 താഴെയുള്ള 3 പിന്നെ ഈ ഒരു പിന്ന് ഒരു എക്സ്ട്രാ പിന്നൂടെ ആഡ് ചെയ്യും. ഈ ഒരു എക്സ്ട്രാ പിന്നൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? വൈയിലുള്ള ഒരൊറ്റ മൂവ്മെന്റ് മാത്രമേ പിന്നെ ഇവിടെ കിടപ്പുള്ളൂ. ഇത് പിന്നെ എക്സിൽ റൊട്ടേറ്റ് ആവുമോ? എക്സ് ആക്സിസിൽ പാരലായിട്ട് റൊട്ടേറ്റ് ആവുമോ? ഇല്ല. അതേപോലെ ഇസഡിലുള്ള മേളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവും. എക്സിൽ ത്രൂ ഔട്ട് പോസിറ്റീവും നെഗറ്റീവും അവിടെ കിടപ്പുണ്ടാവും. ഇനിയുള്ള ബാക്കിയുള്ള 4 മൂവ്മെന്റുകൾ ഏതൊക്കെയാണ്? എക്സിൽ കാണുന്ന ഈ ലീനിയർ മൂവ്മെന്റും, അതേപോലെ വൈ നെഗറ്റീവിലുള്ള മൂവ്മെന്റും, ഇസഡിലെ പോസിറ്റീവിലുള്ള മൂവ്മെന്റും റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പിന്നൂടെ ആഡ് ചെയ്യാം. താഴെയുള്ള 3 പിന്നുണ്ട്, സൈഡിലുള്ള 2 പിന്നുണ്ട്, അപ്പോൾ എത്രയായി? 5 എണ്ണമായി. പിന്നെ ഒരു പിന്നൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൗ ഇറ്റ് വിൽ റെസ്ട്രിക്ട്. എത്ര മൂവ്മെന്റ് ആയിരിക്കും റെസ്ട്രിക്ട് ചെയ്യുക? എക്സിലുള്ള മൂവ്മെന്റ് അവിടെ നിന്നു, അല്ലയോ? പോസിറ്റീവ് സൈഡിൽ മൂവ് ചെയ്യില്ല, ഇനി നെഗറ്റീവ് സൈഡിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അതേപോലെ വൈയില് നെഗറ്റീവിലെ മൂവ് ചെയ്യുള്ളൂ, ഇസഡില് പോസിറ്റീവിലെ മൂവ് ചെയ്യുള്ളൂ. ടോട്ടൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും അവിടെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടത്? Total 9 degree of freedom was restricted. With how many pins? 6 pins. 3 at the flat surface, primary, ബാക്കി 3 സെക്കൻഡറി ആയിരിക്കും. സൈഡ് വൈസ് അല്ലയോ റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ താഴത്തെ 3 ആയിരിക്കും ഏറ്റവും കൂടുതൽ മോഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നത്. പിന്നെ വെച്ചിരിക്കുന്ന 2 3 മൂവ്മെന്റും, അടുത്ത 1 ഒരു മൂവ്മെന്റുമാണ് റെസ്ട്രിക്ട് ചെയ്യുക. So ഇവിടെ നിങ്ങൾ നോക്കി, we are positioning 3 pins at the bottom, 2 at one side, ഒരു പിന്നെ അതിൻ്റെ തൊട്ട് adjacent സൈഡിൽ. This is the 3-2-1 principle for locating a rectangular flat workpiece in a machine table. ഇതുകൊണ്ട് 9 ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് ക്ലാമ്പ് ആയിരിക്കും റെസ്ട്രിക്ട് ചെയ്യുന്നത്. Hope you have understood 3-2-1 principle of locating a flat workpiece, flat rectangular workpiece. Now we'll go for circular workpiece, which is the second one, second principle. It is location of cylindrical workpiece or a cylinder on a V block. It is a V-shaped, usually it is 90 degree. A V-shaped block is there to hold round or cylindrical workpiece. ഈ വി ബ്ലോക്കിന്റെ പ്രത്യേകത എന്താണ്? ഈ വി ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഈ വിയുടെ ആംഗിൾ യൂഷ്വലി 90 ഡിഗ്രി ആയിരിക്കും. ഇഫ് യു ആർ കീപ്പിംഗ് ദ റൗണ്ട് വർക്ക് പീസ് or cylindrical വർക്ക് പീസ് ഇൻ എ വി ബ്ലോക്ക്, പിന്നെ ബാക്കി എത്ര മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക? വെറും 3 മൂവ്മെന്റ് അവിടെ ഉണ്ടാവുള്ളൂ. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി 3 എത്ര മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക? ആക്സിസിലുള്ള ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അവിടെ ഉണ്ടാവും, അതേപോലെ ലീനിയർ മൂവ്മെന്റ് അവിടെ ഉണ്ടാവും. അങ്ങനെ 4 8 മൂവ്മെന്റ്സ് ഒരു പിന്ന് പോലും യൂസ് ചെയ്യാതെ വെറുതെ ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസ് വി ബ്ലോക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ് ഈസ് only free to move along axis AB. It is only free to move along axis AB. Axis AB യെ കമ്പയർ ചെയ്യുമ്പോൾ it can move in linear direction as well as it can move rotary. അല്ലയോ? So it can rotate about the axis AB. So these 2 free movements are also indicated in figure.
ഒരു റൊട്ടേഷൻ കാണിച്ചിട്ടുണ്ട്, അതേപോലെ ലീനിയർ മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്. സോ if the operation is to be done on the cylindrical job, it requires restriction of above mentioned movements. അതെങ്ങനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം? You can see in this figure, this is a V block. See, ഈ കാണുന്നത് ഒരു V block ആണ്. ഈ V blockൽ ഒരു റോഡ് റൈറ്റ് സൈഡിൽ വെക്കുന്ന നോക്കി, ഒരു റോഡ് വെച്ചിട്ട് അതിന്റെ മേളിൽ ഒരു സീ ക്ലാമ്പ് ഇട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും, പിന്നെ റൊട്ടേറ്റ് ചെയ്തില്ല അല്ലയോ. ഈ V ബ്ലോക്കിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ റോഡിന്റെ ആക്സിസിൽ മൂവ് ചെയ്യും, അതേപോലെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. 4 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ ആരെ ടേക്കപ്പ് ചെയ്യുന്നത്? ക്ലാമ്പ് ആയിരിക്കും ടേക്കപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് locating principle of a cylindrical workpiece using V block. ഇതാണ് രണ്ടാമത്തെ മെയിൻ പ്രിൻസിപ്പിൾ. സോ മൊത്തം എത്ര പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കേഷൻ ഉണ്ട്? ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലൊക്കേഷൻ പ്ലസ് 2 others. ഏതൊക്കെയാണ് 2 others? One is 3-2-1 principle and other is location of cylindrical workpiece using a V block. Okay, so ഇതോടുകൂടി പ്രിൻസിപ്പിൾസ് ഓഫ് locating element തീരുവാണ്. We'll move on to methods of locating.